guys, welcome back to my YouTube channel, my own style with me. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക്, തീരെ ഒട്ടും അറിയാത്തവർക്ക് ഫേസിൻ്റെ ഫുൾ കംപ്ലീറ്റ് മേക്കപ്പ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന്. അത് വർക്ക് ആവൂലേ എന്നൊക്കെ ഉള്ളതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എല്ലാ കാര്യങ്ങളും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റാണ് ബ്ലെൻഡിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ലെവലിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് വീഡിയോ കാണാം. നമ്മൾ നോക്കി ചെയ്യുന്ന വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അതേപോലെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പില് അവര് പറയുന്നത് കോണ്ടോർ ചെയ്യുന്നതാണ്. ഫേസ് ഫുൾ കോണ്ടോർ ചെയ്യാൻ പോണേ. അപ്പൊ അതിനു വേണ്ടി തൽക്കാലം ഞാൻ കയ്യിലുള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ എടുക്കുന്നത്. അത് എടുത്തിട്ട് അവര് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഞാൻ ഇവിടെയാണ് കോണ്ടോറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ കയ്യിലുള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അവരുടെ എക്സാക്ട് സെയിം കളർ അല്ല അതിന്റെ കയ്യിലില്ല. കോണ്ടോർ ചെയ്യാത്തത് കോണ്ടോർ പാലറ്റോ കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ജസ്റ്റ് ഒരു ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് കോണ്ടോർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ മുകളിൽ കൺസീലർ ആണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് കാണുന്നത് വീഡിയോയിൽ. അതേപോലെ കൺസീലർ അപ്ലൈ ചെയ്യാം. ganze Gesicht, Lidschatten im Innenwinkel, Lidschatten im Außenwinkel, Eyeliner, unten Lidschatten, Kajal, Wimpern, andere Seite, Highlighter, എന്തോ അതിൽ ലിക്വിഡ് ബ്ലഷ് ആണ് കേട്ടോ കാണിക്കുന്നത്. തൽക്കാലം എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക് ഉണ്ട്. തൽക്കാലം ഇത് വെച്ച് നമുക്ക് ബ്ലഷ് ആക്കാം. അപ്പോൾ അവരതിൽ കാണിച്ച പോലെ 3 ഡോട്ട്സ് ഇടാം കേട്ടോ രണ്ട് സൈഡും. അങ്ങനെ ബ്ലഷും നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവർ ബ്രഷാണ് ഉപയോഗിച്ചത്. തൽക്കാലം നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ആദ്യം അവർ ബ്ലെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ കണ്ണാണ് കേട്ടോ പറയുന്നത്. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അവർ ആ ഓഡിയോയിൽ വോയിസും ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എവിടെ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അവർ ബ്ലഷ് ആണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തത്. ഗൈസ്, ഇത് ബ്ലെൻഡ് ആവുന്നു. തൽക്കാലം കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തു. ബ്ലഷ് കഴിഞ്ഞിട്ട് നോസാണ് കേട്ടോ. അത് ഞാൻ ചെയ്യുവാണ്. ഞാനൊരു അബദ്ധം കാണിച്ചു ഗൈസ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തത്. അതുകൊണ്ട് അവിടെ അത് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഈ ബ്ലഷിൻ്റെത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ജോ ലൈൻ ആണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ജോ ലൈനും ചെയ്യുവാണ്. പിന്നെ മൂക്കിൻ്റെ താഴെ ഫൈനലി ഇവിടെയാണ് കേട്ടോ കോണ്ടോർ ചെയ്തത്. ഗൈസ്, നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവർ പറയുന്നത് ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഐബ്രോ ഫിൽ ചെയ്തിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുക്കാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതുപോലെ നമുക്കും ഐബ്രോ ഫിൽ ചെയ്ത് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ആ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് എഴുതാം കേട്ടോ. അപ്പം നമ്മൾ കണ്ണ് എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേൾ ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. അവരുടെ കയ്യിൽ ഐലാഷസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഐലാഷസ് ഇല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് മസ്കാര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, നമ്മളങ്ങനെ കണ്ണ് എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിലൊക്കെ കുത്തി. അതൊന്നും സാരമില്ല. ഇനി അവർ അതിൽ ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കേട്ടോ, ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത്. അപ്പം ഞാൻ തൽക്കാലം ഒരു ഐ ഷാഡോയിലുള്ള ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് എടുത്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോണത്. ആദ്യം ഐബ്രോൻ്റെ താഴെയാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെയ്യാം.
ഗൈസ് അങ്ങനെ നമ്മൾ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മറ്റേ സാരി നമ്മളിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് കറക്റ്റ് കാണൂല എന്ന് എനിക്ക് തോന്നിട്ടോ. റൂമിൽ അത്ര വലിയ വെളിച്ചോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മിററിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഫേസ്? രസമില്ലേ കാണാൻ? ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അപ്പുറത്തിൽ ഈ ഹാക്ക് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളത് പറയാനുള്ള കളത്രം പറയുന്നില്ല, നിങ്ങൾ കാണുന്നില്ലേ. പിന്നെ ലിപ് ലൈനറും ലിപ് ഗ്ലോസും എനിക്ക് അത്ര ഓക്കെ ആയി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഇട്ടത്. പക്ഷേ അടിപൊളിയായിട്ട് ആ വർക്ക്, എന്താ പറയുക, അടിപൊളിയായിട്ട് നമുക്ക് ആ വർക്ക് സക്സസ് ആയി എന്ന് പറയാം കേട്ടോ. അത്രയ്ക്കും നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തന്നെ എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര മേക്കപ്പ് ഓവറും അല്ല, എന്നാൽ മേക്കപ്പ് ഉണ്ടോ ചോദിച്ചാൽ മേക്കപ്പ് ഉണ്ട് താനും. അങ്ങനത്തെ ഒരു ട്രിക്കാണ് കേട്ടോ അത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഇഷ്ടപ്പെടും. മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ആ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സത്യം പറയുകയാണെങ്കിൽ നേരിട്ട് കാണാൻ ഒന്നും കൂടി നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ പോണ ഒരു തരം മേക്കപ്പ് ആണെന്ന് പറയാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.